ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്താറുണ്ട്. പക്ഷെ ബിസിനസിന്റെ അടുത്ത ലെവലിലേക്ക് വളർത്തുക എന്ന് പറയുമ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോത്ത് എന്ന് പറയും അല്ലെ. ഈ ഗ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറുടെ എണ്ണം കൂടുക, നമ്മുടെ റവന്യൂ കൂടുക, ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് വിളിക്കുക. അപ്പൊ ഗ്രോത്ത് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയെ നമ്മൾ സ്കെയിലപ്പ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു സ്കെയിലപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അതിനെ SOP ക്രിയേറ്റ് ചെയ്യുന്നത്, അതില് ടീമിനെ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ അതില് പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെല്ലാം സ്കെയിലപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് സ്കെയിലപ്പ് ആണോ വേണ്ടത്, ഗ്രോത്ത് ആണോ വേണ്ടത് നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസിന്റെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിരിക്കും. ഈ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും സസ്റ്റൈനബിൾ ആവില്ല. അതായത് പുറത്തേക്ക് പോകുന്ന ക്യാഷിനേക്കാൾ ഉള്ളിലേക്ക് ക്യാഷ് വരണമല്ലോ, അപ്പോഴാണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിൾ ആവില്ല. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പൊ കറന്റ് സ്റ്റാറ്റസിൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ആണോ ചെയ്യേണ്ടത്, അതല്ല സ്കെയിലബിലിറ്റി, അതായത് SOP ഇംപ്ലിമെന്റേഷൻ, പ്രോസസ് ഡെവലപ്മെന്റ്, അതുപോലെ ടെക്നോളജി ഇന്റഗ്രേഷൻ, ഇതാണോ ചെയ്യേണ്ടത്, അതല്ല സ്കെയിലപ്പ് ഗ്രോത്തിലേക്കുള്ള ആക്ടിവിറ്റി ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കസ്റ്റമർ അക്വസിയേഷൻ ആണ്. കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, പുതിയ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, അതിനനുസരിച്ച് വേണം ഇത് സെലക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ സസ്റ്റൈനബിൾ അല്ലാത്ത, അതുപോലെ തന്നെ സ്കെയിലപ്പ് ചെയ്യാത്ത, ഇന്റഗ്രേഷൻ ടെക്നോളജി ഒന്നും ചെയ്യാത്ത ഒരു കമ്പനിയെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോയി അത് സൂയിസൈഡ് ആവും. അതായത് സസ്റ്റൈനബിലിറ്റി ഇല്ലാതെ ഗ്രോത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. അങ്ങനെ സ്വന്തം കമ്പനിയെ കൊല്ലുന്നതിന് പകരം നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം മൂവ് ചെയ്യാൻ.